അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭാഗവത്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, രാമക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് എന്നിവരും പൂജാ ചടങ്ങുകളിൽ ഭാഗമായിരുന്നു. നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം അനാച്ഛാദനം ചെയ്തതിന് പിന്നാലെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് ഹെലികോപ്റ്ററുകളുടെ പുഷ്പവൃഷ്ടിയും നടത്തി. നിശ്ചയിച്ച പ്രകാരം 12:20-നും 12:30-നും ഇടയിൽ തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. ദർഭപുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻനിര തന്നെ അയോധ്യയിലെത്തിയിരുന്നു. അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ചിരഞ്ജീവി, രാം ചരൺ, ആലിയ ഭട്ട്, രൺബീർ കപൂർ, വിക്കി കൗശൽ, കത്രീന കൈഫ്, രജനീകാന്ത്, ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, രോഹിത് ഷെട്ടി, രാജ്കുമാർ ഹിരാനി, ആയുഷ്മാൻ ഖുറാന, മാധുരി ദീക്ഷിത്, പവൻ കല്യാൺ, മധുർ ദണ്ഡാക്കർ, സുഭാഷ് ഘായ്, വിപുൽ ഷാ, രൺദീപ് ഹുഡെ, ലിൻ ഷെന്നാം, ആദിത്യനാഥ്, അനു മാലിക്, സോനു നിഗം എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനായി മോദി 11 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരുന്നു. തറയിൽ ഉറങ്ങുകയും തേങ്ങാവെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള നിരവധി ആചാരങ്ങൾ പാലിച്ചായിരുന്നു മോദിയുടെ വ്രതം. ഉത്തരേന്ത്യൻ നഗരശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രം പണിയുന്ന തൊഴിലാളികളുമായി ചടങ്ങിന് പ്രധാനമന്ത്രി സംവദിക്കും. ക്ഷേത്രത്തിന്റെ 392 തൂണുകളിലും 44 വാതിലുകളിലും ചുവരുകളിലും ദേവീദേവന്മാരുടെ കൊത്തുപണികളുണ്ട്. 5 വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 380 അടി നീളത്തിലും 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 32 പടികൾ കയറിയാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ആകെ 5 മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. നിത്യമണ്ഡപം, രംഗ് മണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിവയാണ് അവ.